റോണിച്ചായോ എന്റെ കയ്യിൽ അത്യാവശ്യം ക്യാഷ് ഉണ്ട്. ഗോൾഡ്, ക്രിപ്റ്റോ, ട്രേഡിംഗ്, ദുബായ് റിയൽ എസ്റ്റേറ്റ്. ഞാൻ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? എടാ നിനക്ക് ക്രിപ്റ്റോയെ കുറിച്ച് എന്തെങ്കിലും പിടുത്തോണ്ടോ? ട്രേഡിങ്ങിനെ കുറിച്ചാ? ഒന്നുമില്ല. എന്റെ പൊന്നു മോനെ, കാശ് ഉണ്ടാക്കാൻ ഇതിനെക്കാട്ടി ബെസ്റ്റ് പരിപാടിയില്ല. പക്ഷെ ഇതിനകത്ത് നിന്റെ കയ്യിരിക്കുന്ന കാശ് സീറോ ആവാൻ എന്താണ്ട് ഈ ഒരു സെക്കൻഡ് മതി. സോ അതുകൊണ്ട് തന്നെ നിനക്ക് അത്യാവശ്യം നോളജ് ഉണ്ടെങ്കിൽ മാത്രം ക്രിപ്റ്റോയിലും ട്രേഡിങ്ങിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ വേറെ കാര്യമുണ്ട്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് സേഫ് ആണ്. അപ്പോ എടാ മോനെ, ഇത് റെഗുലേറ്റ് ചെയ്യുന്ന ആരാന്നറിയോ? ദുബായ് ഗവൺമെന്റ് ആണ്. ഗോൾഡിലെ തന്നെ ബെസ്റ്റ് ഗവൺമെന്റ് ആണ്. ഗോൾഡിലെ തന്നെ ഏറ്റവും വിഷൻ ഉള്ളൊരു ഗവൺമെന്റ് ആണ്. കാരണം നീ 2040 വിഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ ആദ്യമേ പോയി പഠിക്കണം കേട്ടോ. ഇന്നേരം നിനക്ക് മനസ്സിലാവും ദുബായ് റിയൽ എസ്റ്റേറ്റ് എന്തുകൊണ്ടാണ് ഇത്ര സേഫ് എന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, നീ ദുബായ് റിയൽ എസ്റ്റേറ്റിൽ നീ എന്താണ് ഇപ്പോൾ നിനക്ക് പെട്ടെന്ന് കാശ് ഉണ്ടാക്കാനാണോ അതൊരു ക്യാപിറ്റൽ ഗ്രോത്ത് ആണോ? എന്താണ് നിന്റെ ഒരു പ്ലാൻ? പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കണം. പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കണം. ഒരു റെഡി പ്രോപ്പർട്ടി എടുക്കുക, റെന്റിന് വിടുക. ഇവിടെ അത്യാവശ്യം നല്ല റെന്റലുണ്ട്. മിനിമം 7% കിട്ടും. അപ്പൊ ഈ ക്യാപിറ്റൽ ഗ്രോത്ത് എന്താണ്? എടാ ക്യാപിറ്റൽ ഗ്രോത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇപ്പോൾ ഒരു ഓഫ് പ്ലാൻ പ്രോപ്പർട്ടി ഒരു 1 മില്യൺ എടുത്ത് അത് ഫ്യൂച്ചറിൽ നീ സെല് ചെയ്യാൻ നേരത്തെ ഒരു 1.5 മില്യന് വിൽക്കുവാണെങ്കിൽ അതിനകത്ത് കിട്ടുന്ന 500,000 ഉണ്ടല്ലോ, അതാണ് നിന്റെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ. സോ അങ്ങനെ കാശ് ഉണ്ടാക്കുന്ന ഏരിയാസും ദുബായിലുണ്ട്. ദുബായ് സൗത്ത് എന്നൊക്കെ പറഞ്ഞാൽ ദുബായുടെ ഫ്യൂച്ചറാണ്. അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ക്യാപിറ്റൽ ഗ്രോത്ത് ആയിരിക്കും. അപ്പൊ നീ തന്നെ തീരുമാനിക്കാൻ നിനക്ക് റെന്റൽ റിട്ടേൺ വേണോ അതോ ഫ്യൂച്ചറിൽ നല്ലൊരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാക്കണോ? ഓക്കെ.